അപ്പോൾ ഇന്ന് 21 ആയിട്ടുണ്ട്. നമ്മുടെ ക്രിസ്മസിൻ്റെ ക്രിബിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം ഏകദേശം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസ് ഇടലായിരുന്നു. ബേസ് നമ്മളൊരു ടേബിളാണ് ബേസാക്കി വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തു. അത് മമ്മയാണ് പെയിൻറ്റ് ചെയ്തത്. നമ്മൾ ഡേ 1, ഡേ 2, ഡേ 3 എന്ന് പറഞ്ഞിട്ട് ഒരു വ്ലോഗ് പോലെ അങ്ങനെ എടുക്കാമെന്നാണ് വിചാരിച്ചേക്കണം. കാരണം ഓരോ ദിവസത്തെയും പ്രിപ്പറേഷൻസ് അന്നന്ന് ഇടണ്ടെന്ന് വിചാരിച്ചപ്പോൾ ഇത് നമ്മൾ 24-ാം തീയതി ഇടണം എന്നാണ് വിചാരിക്കുന്നത്. രാത്രി ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കണം. പിന്നെ നമ്മൾ ഒരു വാട്ടർഫോൾ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. വാട്ടർഫോൾ ആയിട്ടല്ല, ജസ്റ്റ് ഒരു ചെറിയ നീർച്ചാൽ പോലെ ചെയ്യാനായിട്ട് നീർച്ചാലല്ലല്ലോ, ചെറിയൊരു വാട്ടർ വരുന്ന ഒരു സംഭവം ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് 23-ാം തീയതി ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചിരിക്കണേ ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അമ്മ അത് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്നും ചെയ്തു തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ടേബിൾ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അതിനകത്ത് ബേസ് ഫില്ല് ചെയ്യാനാണെങ്കിലും കുറേ പരിപാടിയുണ്ട്. അതൊന്നും നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടില്ല. നമ്മൾ ഫ്രണ്ടിലൊരു കേർട്ടൻ വെറുതെ ഇട്ടിട്ടുണ്ട്. കാരണം എല്ലാം കഴിഞ്ഞിട്ട് ആൾക്കാരെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കഴിയുന്നതിന് മുമ്പ് ആരെയും കാണിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കേർട്ടൻ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് നമ്മൾ നമ്മുടെ ടേബിൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് എന്നാലല്ലേ സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പഞ്ഞി ഒട്ടിച്ചാണ് ഇപ്രാവശ്യം നമ്മുടെ ബാക്കിയുള്ള ഏരിയാസ് സാധനങ്ങൾ വെക്കാത്ത ബാക്കി ടേബിൾ ഫില്ല് ചെയ്യുന്നത്. എന്ത് പറയാനാണ്, മൈദ കുറുക്കിയത്, മൈദ പാലി കാച്ചിയത് പൊരിക്കൂടിന് കൊടുക്കുന്നു. മൈദ പാലി കാച്ചിയത് പൊരിക്കൂടിന് കൊടുക്കുന്നു. അപ്പോൾ നമ്മളുടെ ചെറിയ വാട്ടർഫോൾ നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ ഏറ്റവും അവസാനമായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ ക്രിബിലുള്ള ബാക്കിയെല്ലാം നമ്മൾ ഫിക്സ് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്ത് ലൈറ്റ് ഉൾപ്പെടെ കഴിഞ്ഞു. ഏറ്റവും അവസാനമാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഇരുന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തെർമോക്കോളിലാണ് നമ്മുടെ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് സിമെൻറ്റും കൊണ്ട് നമ്മളത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രിബ് ഫില്ലാവുള്ളൂ. ആൻഡ് ഇന്ന് തന്നെ നമ്മളുടെ ബാൽക്കണിയിൽ നിന്ന് സ്റ്റാർസ് നമ്മൾ ഡിസംബർ ആദ്യം ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ എന്തോ സ്റ്റാർ ഇട്ടായിരുന്നു.
ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇന്നാണ് ഇടാൻ സമയം കിട്ടിയത്. സോ അതൊക്കെ ഇന്നാണ് നമ്മൾ ഒന്ന് ഇട്ടത്. നൈറ്റ് വിഷ്വൽസ് ഞാൻ അവസാനം പിൻ ചെയ്തേക്കാം. സോ ക്രൂസോ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ക്രൂസോ ഇവിടെ മോളില് ക്രൂ. ഇതൊക്കെ ഓൺ പ്രോസസ് ഐറ്റംസ് ആണ്. ഇതൊക്കെ വെക്കണോ വേണ്ടയോ എന്നാണ് ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഇപ്പോഴത്തെ ക്രിബിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഒന്നും ഫില്ലായിട്ടില്ല. നമുക്കിത് ഇനി ഈ നമ്മുടെ പുൽക്കൂടിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈറ്റ് കൊടുക്കാനായിട്ട് വയർ കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഈ വെല്ലിൻ്റെ ഉള്ളിൽ നമുക്കൊരു ചെറിയ ലൈറ്റ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അത് ചെയ്യണം. പിന്നെ അതേ ഇവിടെ നമ്മൾ പെയിൻറ്റ് ചെയ്യാനുണ്ട്, ഇനി അത് ചെയ്യണം. അങ്ങനെ കുറച്ച് അല്ലറച്ചില്ലറ വർക്ക്സ് ഉണ്ട് ചെയ്യാനായിട്ട്. പിന്നെ ഈ ബേസിൻ്റെ അവിടെ നമുക്ക് എന്തെങ്കിലും കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളൊരു ആലോചനയിലും കൂടിയാണ്. പിന്നെ അതേ നമ്മുടെ വയറിങ്ങും കാര്യങ്ങളും കണക്ഷൻസൊക്കെ പുറകിലാണ്. നമ്മൾ മുകളിലൊരു ബ്ലൂ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെയാണ് നമ്മുടെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ ഒരു വൈറ്റ് ലൈറ്റും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് നമ്മൾ നമ്മുടെ വാട്ടർഫോൾ വെക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ മൊത്തം നമ്മൾ പഞ്ഞി വെച്ച് കവർ ചെയ്യാനും കൂടി ഉണ്ട്. നീട്ടിയിട്ടത് കുറഞ്ഞ मेरा നമ്മൾ ആദ്യം പമ്പ് യൂസ് ചെയ്യാതെ നമ്മുടെ വാട്ടർഫോൾ വർക്ക് ചെയ്യിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ നടന്നില്ല. സോ അവസാനം നമ്മൾ പോയിട്ട് ഒരു പമ്പ് വാങ്ങി വന്നിട്ടാണ് നമ്മൾ അവസാനം നമ്മുടെ വാട്ടർഫോൾ വർക്ക് ചെയ്യിപ്പിച്ചത്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഫോഗ് എഫക്റ്റിന് വേണ്ടിയിട്ടൊരു ഐറ്റം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ നമ്മുടെ വെല്ലിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് കൊടുത്തു. നമ്മൾ പെയിൻറ്റ് ചെയ്യാനുള്ള സ്ഥലത്തൊക്കെ പെയിൻറ്റ് ചെയ്തു. പിന്നെ നമുക്ക് ആ ഒരു പഞ്ഞിയുടെ അവിടെ ഒരു ലൈറ്റ് എഫക്റ്റ് വരാൻ വേണ്ടി നമ്മൾ സീരിയസ് സെറ്റ് അടിയിലിട്ടിട്ടുണ്ട്. പിന്നെ വുഡിൽ നമ്മൾ കുറച്ച് തീ എഫക്റ്റ് കൊടുക്കാനായിട്ട് ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ അവസാനത്തെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത്. പിന്നെ കുറച്ച് മരത്തിൻ്റെ കമ്പും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് റിയാലിറ്റിക്ക് വേണ്ടിയാണ് വെച്ചത്. ഈ സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. നമ്മൾ സ്റ്റിക്കും പിന്നെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ അതിനകത്ത് നമ്മളൊരു ചെറിയ LED കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദി ലാസ്റ്റ് ഓർ ഫൈനൽ ലുക്ക്. നമ്മുടെ വാട്ടർഫോളിൻ്റെ ഫൈനൽ ലുക്കാണിത്. നമ്മളൊരു ചെറിയ വാട്ടർ സ്പ്രിങ്കിളിങ് പോലെയും പിന്നെ കുറച്ച് ഫോഗി എഫക്റ്റുമാണ് നമ്മളതിൽ കൊടുത്ത് വെച്ചത്. പിന്നെ ലൈറ്റ് എഫക്റ്റും കൂടി വന്നപ്പോൾ കൊള്ളാമെന്ന് തോന്നുന്നു. ഹലോ, സോ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ക്രിസ്മസിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ. ഇന്നിപ്പോൾ 24-ാം തീയതി രാത്രി 9 മണിയായിട്ടുണ്ട്. നമ്മുടെ എല്ലാ ക്രിബിൻ്റെ പരിപാടി ഫുള്ള് കഴിഞ്ഞു. നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക, റിവ്യൂസൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കുക്കിംഗ് ആണെങ്കിലും നമ്മൾ ഇന്നിപ്പോൾ അധികം ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് എല്ലാത്തിൻ്റെയും സാധനങ്ങളൊക്കെ നോക്കി വെക്കുന്നേ ഉള്ളൂ. നാളെയാണ് നമ്മൾ അതും ചെയ്യുന്നത്. സോ നാളെ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ വീഡിയോ വരും. നാളെയല്ല, മറ്റന്നായിരിക്കും വരുന്നത്. സോ എല്ലാവരും അതും കാണണം. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. Bye bye.